ഹലോ, വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണേ. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനി ഞാൻ ലഞ്ചിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പവും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ രാത്രി വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന അപ്പമല്ല, നമ്മൾ അരി അരച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കൂലേ, ആ ഒരപ്പമാണ് ഉണ്ടാക്കിയത്. എപ്പോഴും മറ്റത് കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെന്താണ്, പിന്നെ എനിക്ക് കുറച്ച് പാത്രം കഴുകാണ്ട് പിന്നെ നമുക്ക് മീൻകറി വയ്ക്കാം. ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീൻ, ഇന്നലെ വാങ്ങിച്ച മീൻ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ അയില വെച്ചു. അപ്പം അത് കുറച്ചുണ്ടായിരുന്നല്ലോ, അത് തീർന്നു. അപ്പോൾ ഇത് നമുക്ക് കറി വയ്ക്കണം. പിന്നെ ഇത് കൊഴുവയാട്ടോ. കൊഴുവ വറുക്കാനായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം ആദ്യമേ. അപ്പം ഞാൻ കുറേ നേരം ഈ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഏകദേശമൊക്കെ തണുപ്പ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ചെയ്യണം. നമുക്ക് ആദ്യം പാത്രം കഴുകി ഇവിടേക്കൊന്ന് ഒതുക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോഴേ നമുക്കൊരു വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പാത്രം കഴുകി വയ്ക്കാം കേട്ടോ. പിന്നെ വേറൊരു പണിയുണ്ട്. ആദ്യമേ നമ്മുടെ പാല് വന്നിട്ടുണ്ട്. അപ്പോൾ പാൽ ആദ്യം തിളപ്പിക്കണം. രാവിലെ കഴുകിച്ചത്. അപ്പം നല്ല വെള്ളത്തിൽ ഇവിടെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് കഴുകിയെടുക്കും. എന്നിട്ട് അരിച്ചെടുക്കാറാണ് ചെയ്യാറ്. നമ്മളവിടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ പാല് വാങ്ങിക്കാറ്. അപ്പോൾ അവരൊരു 12 മണിക്ക് മുന്നേ ആയിട്ട് കൊണ്ടുവന്ന് തരും. ഞാൻ അപ്പം തന്നെ തിളപ്പിച്ച് വയ്ക്കും. ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കും. എന്നിട്ട് അങ്ങ് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള പാല് അത് മതി. പാലിപ്പോൾ കുടിക്കലൊന്നുമില്ല. ഭയങ്കര മടിയാണ് അവൾക്ക് പാല് കുടിക്കാനായിട്ട്. തൈര് കഴിക്കും. അപ്പം ഞാൻ ഈ പാലും കൊണ്ട് തൈരും ഉണ്ടാക്കും. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ കവർ പാല് വാങ്ങിക്കുക ചെയ്യാം. അങ്ങനെ നമ്മുടെ പണികൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ചിരുന്നിരുന്നത് ഞാൻ തിളപ്പിച്ചിട്ട് വാർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുത്തിരിച്ചോറല്ല വയ്ക്കണേ. നമ്മുടെ ഇവിടുത്തെ കുറച്ച് വെള്ള അരി ഉണ്ട്. അത് സാധാരണ പൊന്നി അരി ഉണ്ടല്ലോ ചോറ് വയ്ക്കണേ. അപ്പോൾ ആ അരി ഇടയ്ക്ക് കുറച്ച് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വയ്ക്കാറുണ്ട്. അങ്ങനെ ഇന്ന് പൊന്നിയരിയാണ് വയ്ക്കണേ. ബാക്കിയുള്ള നമ്മുടെ കുത്തിരിച്ചോറ് ഞാൻ അങ്ങനെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുക്കാനായിട്ട് മസാല പുരട്ടുക കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ പുരട്ടി വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വളരെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ പുളിക്ക് സാധാരണ നാരങ്ങാനീര് ചേർക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ വിനീഗർ കുറച്ച് ചേർക്കും. ഇന്നിപ്പോൾ ഞാനൊരു ഇത്തിരി വിനീഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ളത്. അപ്പം തന്നെ ഞാൻ വറുക്കാനുള്ളതാണെങ്കിൽ നാരങ്ങാനീര് ചേർക്കും. അങ്ങനെ ഇന്ന് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ നാരങ്ങാനീര് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വയ്ക്കും കേട്ടോ. അപ്പോൾ പാറു ഓടി വന്നിട്ട് എനിക്ക് ഈന്തപ്പഴം കഴിക്കുമായിരുന്നു. അവളെ ഒരു ഈന്തപ്പഴം വായിൽ വെച്ച് തന്നു. അങ്ങനെ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പം മീൻകറി ഇന്നില്ല കേട്ടോ. ഇന്ന് സമയമില്ല, നമുക്കൊന്ന് പുറത്ത് പോകണം കുറച്ച് കഴിയുമ്പോൾ. അപ്പം മീൻകറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴൊന്നും പോകൽ നടക്കില്ല. 2 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് ഷൈച്ചേട്ടൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണേ. അതുപോലെ നമ്മുടെ വെള്ളച്ചോറ് വെച്ചത് ആയിട്ടുണ്ട്, ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക മെഴുക്കുവരട്ടിക്കാണ് ഇപ്പം ഞാൻ പാൻ വെച്ചിരിക്കണേ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറായത് ഇതേ വാർക്കാൻ പോകും കേട്ടോ. ഇവിടെ അലൂമിനിയത്തിന് ഇങ്ങനൊരു പാത്രമുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്ക് വാർക്കാൻ പറ്റും. ഈ കുക്കറിൻ്റെ കറക്റ്റ് അളവിലുള്ള ഒരു ഹോളുള്ള ഒരു പാത്രം കിട്ടും ഇങ്ങനെ ചോറ് വാർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാത്രം വെച്ചിട്ട് ഇതുപോലെ ക്ലിപ്പിട്ടിട്ട് വാർക്കുകയാണ് ഞാൻ ചെയ്യണത്. ഈസി ആട്ടോ അത്. വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റണ്ട, സുഖമായിട്ട് നമുക്ക് വാർക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി ബാക്കിയുള്ളതാണ് ഇതിലേക്ക് എരിവിന് ചേർക്കണേ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഒരുപാട് മസാല അതായത് മുളക് പൊടിയൊന്നും അധികം ചേർക്കണില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിന്. നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെണ്ടയ്ക്ക ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കണേ, നടുകെ ഒന്ന് പൊളിച്ചിട്ട് ഇച്ചിരി നീളത്തിൽ, ഒരുപാട് നീളമല്ല, ഇങ്ങനെ ഈ ഒരു കാണുന്ന അളവിൽ ചുമ്മാ അരിഞ്ഞിട്ടേക്കുവാണേ.
അങ്ങനെ അതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇത്തിരി വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും വേവില്ല. ആദ്യം ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കുക, പിന്നെ തുറന്നിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ തുറന്നിട്ട് ചെയ്യാം. പിന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ മീൻ വറുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടു. അങ്ങനെ കേട്ടോ എപ്പോഴും മീൻ വറുക്കാറ്. ആ കരിവേപ്പിലയുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടും ആ ഫിഷിന്. അതുകൂടാതെ പെട്ടെന്ന് അടി പിടിക്കുകയോ ഇല്ല, പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും ഈ കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കൊഴുവ ഇന്ന് ഇപ്പോൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് ആവശ്യത്തിന് എടുത്ത് വെച്ചത് ഞാൻ വറുക്കാനിട്ടു. ഏകദേശമായിട്ടുണ്ട് രണ്ടും. കൊഴുവ ഒന്ന് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ കൊഴുവയൊക്കെ ശരിക്കും മറിച്ചിടാനൊന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ ചുമ്മാ എല്ലാം ഒന്ന് ഇളക്കി വെച്ചു. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി കുറച്ച് നേരം ഒന്ന് ഇടക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി. വെണ്ടക്ക മെഴുക്കുവരട്ടിയും റെഡി ആയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകണം. ഹായ് ടാറ്റ അല്ല ഹായ് പറഞ്ഞേ. അങ്ങനെയല്ല, അമ്മ പറഞ്ഞു കഴിയുമ്പോൾ പറയണം. നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മളിവിടെ ഈ കലാ ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷന് പോയില്ലായിരുന്നു. അപ്പോൾ ഒരു സൽവാർ വാങ്ങിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു സൈസ് കൂടുതലാണ്. അന്നേരെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സാറിന് ലാർജാണ് വാങ്ങിക്കാറ്, അപ്പം ലാർജ് മതി എന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു ഇല്ല ഇത് ഇത്തിരി സൈസ് ഒരു സൈസ് കൂടുതൽ എടുക്കേണ്ടി വരും, അപ്പോൾ എക്സൽ തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് അത് വലുതാണ്. ഇത് ഷോൾഡർ വരെ ശരിക്കും ഇങ്ങനെ ഇത്തിരി ഇറങ്ങി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ അത് ഒന്ന് റീസ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് ഇതൊക്കെ അഴിച്ചെടുത്തൊക്കെ ചെയ്യുമ്പം വലിയ പാടാണ്. ചിലപ്പോൾ അത് ശരിയാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ അതൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ ആ ഒരു എക്സിബിഷൻ. ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്കാം. പാറു ഒരു ഹായ് പറഞ്ഞു. പാറു പൂവൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ആ പൂവൊന്ന് കാണിച്ചു കൊടുത്തേ. ചെമ്പകപ്പൂ. ആ പറഞ്ഞ ചെമ്പകപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ പാറു? ആ ചുമന്ന ചെമ്പകപ്പൂ. കൊടുക്കോ? ആർക്കെങ്കിലും കൊടുക്കും? തരില്ലേ? ആൾക്ക് കൊടുക്കൂലേ? തരാന്ന് പറ. പൂവൊന്ന് കാണിച്ച് എല്ലാരും കാണട്ടെ. കാണിക്കേ. നമ്മൾ കത്തിപ്പാറ സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. ഇവിടെ നിന്ന് ശരിക്കും കാണാം എയർപോർട്ടിൻ്റെ ഒരു ഭാഗം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ദാ ഫ്രണ്ടിൽ കാണുന്ന ഒരു ടണൽ മാതിരി കാണില്ലേ, അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ ചെന്നൈ മെട്രോ റെയിൽവേ സ്റ്റേഷനാട്ടോ. അങ്ങനെ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഇവിടുന്ന്, വലിയ ദൂരം ഇല്ല അങ്ങോട്ട്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൽ കുറേ ഷോപ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഈ ചായവാല എന്നുള്ള സ്ഥലത്ത് നിന്നാട്ടോ കുടിക്കാറ്. അവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ്. പാറുവിൻ്റെ ഷൈച്ചേട്ടൻ്റെ കൂടെ ഈ ചായ വാങ്ങിക്കാൻ വേണ്ടി ഷൈച്ചേട്ടൻ ആ ഷോപ്പിൽ നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ട് ഇരിക്കുക കേട്ടോ അവൾ. പിന്നെ അതാ ചായയൊക്കെ കൊണ്ടുവന്നു, ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് ആ ഡ്രസ്സൊന്ന് മാറ്റിയെടുക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ, കാരണം ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. നമ്മൾ മെയിലിലേക്ക് ഇടയ്ക്ക് നോക്കിയിരിക്കുക കേട്ടോ, ഫ്ലൈറ്റ് പോകണ്ടോന്ന്. ഇതാ അങ്ങനെ ഒരു ഫ്ലൈറ്റ് പോകണമെന്ന് നമ്മൾ കണ്ടു. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് രാത്രി ആയതാണ് ക്ലിയർ ആയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ചുരിദാർ എനിക്ക് മാറി കിട്ടി കേട്ടോ. വേറെയാണ്, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പാറ്റേൺ ആണ്, സെയിം പ്രൈസിൽ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബർഗർ കഴിക്കുവാണേ. ഈ ബർഗറൊന്നും എപ്പോഴും കഴിക്കാറേ ഇല്ല. ഈ ഇടയ്ക്ക് ഇപ്പോൾ 2-3 പ്രാവശ്യം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷോപ്പിലെ ബർഗർ നല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് ഒരു ഷോപ്പ്. അപ്പോൾ ജ്യൂസി ബർഗർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് ആ ഫുഡ് സ്ട്രീറ്റിൻ്റെ ആകെ ഒരു ഭാഗം. അപ്പോൾ ഞങ്ങളിത് ആ തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നേ. അപ്പോൾ ഈ കോട്ടൺ ക്യാൻഡിയുടെ ഷോപ്പ് കണ്ടപ്പം അവൾ നമ്മളെ അങ്ങോട്ട് പിടിച്ചു വലിക്കട്ടെ. ഇതുവരെ അവൾ കഴിച്ചിട്ടുമില്ല, വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇതെന്തോ ഒരു സംഭവമാണെന്ന്.
അങ്ങനെ അത് കുറച്ച് നേരം ഉണ്ടാക്കണ കണ്ടു നിന്നു. പിന്നെ അവളെ പയ്യെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ആ എക്സിബിഷൻ നടക്കുന്നത് അവിടെ മാത്രമല്ല, കുറച്ചിങ്ങോട്ട് മാറിയിട്ട് വേറെ, അതായത് സെയിം എക്സിബിഷൻ തന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളില്ല ഇപ്പുറത്തുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഈ ഷോപ്പിൽ വന്ന് നോക്കിയിട്ട് വാങ്ങിക്കാതെ പോയൊരു ബ്ലാങ്കറ്റ്. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉള്ള ഫാബ്രിക്സ് ആട്ടോ. ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തതാണ് കൂടുതൽ വരുന്നത്, അല്ലാത്തതുണ്ട് എല്ലാം നല്ല കോട്ടണിലൊക്കെ വരണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലൊരു എത്നിക് ലുക്ക് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങിച്ച് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വരണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റിൽ ഒരു സൈഡിൽ മൊത്തം ഇതുപോലത്തെ ഷോപ്സ് ആയിരിക്കും. ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഓണത്തിനൊക്കെ കാണുന്ന പോലെ ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഈ ഫ്ലവേഴ്സ് പൂജയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വെള്ള മുന്തിരിയുടെ ഒരു കട ഉണ്ടായിരുന്നേ, സീഡ്ലെസ് ആയിട്ടുള്ളൊരു ഗ്രേപ്സ് ഇല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അത് നോക്കി അത് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ചും ചിക്കും ഉണ്ട് അവിടെ. നോക്കിയിട്ട് നല്ലതായിരുന്നു, അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ചെയ്യുമ്പോൾ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നണ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ രീതിയിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ടമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.